നമസ്കാരം. കല്ലിടുന്നത് വികസനത്തിനാണെന്ന് സർക്കാർ, കല്ലിളക്കുന്നത് വിരുദ്ധതയല്ലെന്ന് പ്രതിപക്ഷവും. സമരക്കാർ ഭീകരവാദികളും വിവരദോഷികളുമാണെന്ന് പറയുന്നത് മന്ത്രിയും മുൻമന്ത്രിയുമാണ്. പ്രതിപക്ഷം വികസന വിരുദ്ധ മുന്നണിയോ, സർക്കാർ ലക്ഷ്യം കമ്മീഷനോ, നഷ്ടപരിഹാരം തട്ടിപ്പോ, സർക്കാരിന് അധികാരം തലയ്ക്കു പിടിച്ചോ, കല്ലിന് പിന്നിലെ രാഷ്ട്രീയമെന്ത്? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. സ്വാഗതം. ഇന്നും സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ കേരയിൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ നടന്നു. കല്ല് വലിച്ചെറിഞ്ഞു. ചിലയിടങ്ങളിൽ സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കോട്ടയം നട്ടാശ്ശേരി കുഴിയാലിപ്പടിയിൽ കേരയിൽ ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച അതിരുകൾ നാട്ടുകാർ പിഴുതെറിഞ്ഞു. കല്ലായിയിലും എറണാകുളം ചോറ്റാനിക്കരയിലും സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഇതിനിടെ പലയിടത്തും കല്ലിടൽ സമരവും ഉണ്ടായി. കോട്ടയത്തും പത്തനംതിട്ടയിലും എറണാകുളത്തും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടായി. കോട്ടയം കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ കളക്ട്രേറ്റ് വളപ്പിൽ പ്രതിഷേധ കല്ലുകൾ സ്ഥാപിച്ചു. പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് ശ്രമിച്ചതോടെ പത്തനംതിട്ടയിൽ കളക്ട്രേറ്റിന് മുന്നിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ഇതിനിടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും ചില പ്രതികരണങ്ങളും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ചന്ദ്രൻ എന്ന പ്രേക്ഷകൻ ഒപ്പം ചേരുന്നുണ്ട്. ചന്ദ്രൻ, കല്ലിടലിനും കല്ലിളക്കലിനും പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? ചന്ദ്രൻ, കേൾക്കാമോ? കേൾക്കാം. ഈ കല്ലിടുന്നതിനും കല്ലിളക്കുന്നതിനും പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? കല്ലിടുന്നതിനും രാഷ്ട്രീയം ഉണ്ടോ അല്ലേ? ചോദ്യം അതാണ്. കല്ല് ഇടണേന് രാഷ്ട്രീയം ഉണ്ട്, കല്ലിളക്കണേന് എന്ത് രാഷ്ട്രീയം? ഒരു രാഷ്ട്രീയം ഇല്ല. കല്ലിളക്കണം വെച്ചാല് ഒരു പാവപ്പെട്ടവന്റെ വീട്ടിന്റെ അടുക്കളിലും മുന്നിലൊക്കെ ഓനോട് യാതൊരു പെർമിഷനും ഇല്ലാതെ കല്ലിടുമ്പം പിന്നെ ഓൻ പ്രതിഷേധിക്കാതിരിക്കുവോ? അവന് രാഷ്ട്രീയമൊന്നും ഇല്ലല്ലോ. ഒരു കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ലീഗുകാരനും BJP-കാരനും എല്ലാവരും ഉണ്ടല്ലോ അതില്ലേ. ഇവിടെ കല്ലായില് ഒരു കമ്മ്യൂണിസ്റ്റുകാരെ പ്രതിഷേധിക്കുന്നത് ഞാൻ കണ്ടതാ. ഇത് പിന്നെ ഓന്റെ വീട്ടിന് ഓൻ പറഞ്ഞ യാതൊരു പെർമിഷനും ഇല്ല. എന്നോട് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു പെർമിഷൻ തരണ്ടേ? പെർമിഷൻ തരാതെ വന്നും കണ്ടിട്ട് അങ്ങോട്ട് കല്ലിതാ, ഞങ്ങൾ കല്ല് ഇവിടെ കാറ്റാണെന്ന് പറയില്ലാതെ അവിടുത്തെ ഗേറ്റ് മാടി അവിടെ കടന്ന് കണ്ടിട്ട് കല്ലിടാന്ന് പറഞ്ഞാൽ എന്താ അത്? തന്നെ ഇതിലൊക്കെ പറയുന്നുണ്ടല്ലോ കല്ലിടൊന്നും അതിർത്തി കല്ലൊന്നും ഇടേണ്ട ആവശ്യമില്ലാന്ന്. ശരി, കല്ലിടുന്നതിൽ രാഷ്ട്രീയമുണ്ട്, കല്ലിളക്കുന്നതിൽ രാഷ്ട്രീയവുമില്ല. സ്വന്തം വസ്തുവിലേക്ക് പെട്ടെന്ന് ഒരു ദിവസം കടന്നു വന്ന് ഒരാൾ കല്ല് നിക്ഷേപിക്കാൻ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ശ്രമിച്ചാൽ അത് തടയും. അതിന് പിന്നിൽ എന്ത് രാഷ്ട്രീയമെന്നാണ് ചന്ദ്രൻ കോഴിക്കോട് നിന്ന് ചോദിക്കുന്നത്. ഉമ്മർ വഴിക്കടവ് നിന്ന് ചേരുന്നുണ്ട്. ഉമ്മർ, എന്താണ് അഭിപ്രായം? ഇതിനകത്ത് എന്ത് രാഷ്ട്രീയം ഉണ്ടാവുക? സാധാരണ ഒരു നാട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ ഇത് എവിടെ മുതൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ വരുന്ന വില്ലേജുകളിലും താലൂക്കുകളിലും ആൾക്കാരെ ഒരു വിവരം അറിയിച്ച് അവരെ വീടാണെങ്കിൽ ആ ഏരിയക്ക് ഇത്ര രൂപ സ്ഥലത്തുണ്ട്, അതിന് ഇത്ര രൂപ തരും, നിങ്ങളെ വീടിന് ഇത്ര രൂപ തരും, നിങ്ങളെ മറ്റുള്ള പിന്നെ സ്ഥാപന ജംഗമ വസ്തുക്കൾ പോയതിൽ തരുമെന്ന് പറഞ്ഞിട്ട് ഒരു വിവരം കൊടുക്കാൻ സാമാന്യ ബുദ്ധിയുടെ ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങനെ ചെയ്യൂലേ? ഇത് എന്തൊരു രാഷ്ട്രീയം? ഇതിനകത്ത് പിന്നെ രാഷ്ട്രീയം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടോ? ഇതൊരു നേരം പോലത്തെ എഴുന്നേറ്റ പാടെ കാണുന്നത് പോലീസുകാരും കുറച്ച് കുറ്റിയാണ്. ഒരു പ്രദേശത്ത് ഒരു കാര്യം നടക്കുമ്പോൾ മിനിമം ആ വില്ലേജിന്റെ ആൾക്കാർ, ആ വില്ലേജിന്റെ ഇതില് അവിടെ നമ്മുടെ നികുതി കൊടുക്കണല്ലേ, ആ വില്ലേജിന്റെ ആൾക്കാർക്ക് വന്നിട്ട് പറയാം, നിങ്ങൾ സർവേ നമ്പർ 1811 വീടിന്റെ സർവേ നമ്പർ പെട്ട നിങ്ങൾ ഭൂമി ഇത്ര തന്നെ സ്ഥലമുണ്ട്, അതിന് ഞങ്ങൾ ഇത്ര രൂപ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ വീട് നിർത്തിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് മിനിമം 20 കാകട്ടെങ്കിലും ഒരു വിവരം ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? AKG സെന്ററിൽ പിന്നെ രാഷ്ട്രീയ നടത്തുന്ന AKG സെന്ററിൽ വെച്ചെങ്ങാണ്ട് ഇവര് പിന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇങ്ങനെ ഒരു സിൽവർ പദ്ധതി നടപ്പാക്കുന്നെന്ന് പറഞ്ഞിട്ട് കുറ്റി കൊണ്ട് വന്നുകൊണ്ട് സർവേ പിന്നെ കുറ്റി നാട്ടിലാണോ മാന്യത? ഇതൊരു ഒരു കോടതിയുടെ ഉത്തരവിലുമാണ്. ഒരു ജിയോ കാണും, ഇത്ര നമ്പർ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം നിങ്ങളെ ഭൂമി അത് വർക്കാനിലേക്ക് കണ്ടുവരുന്നില്ലേ, അതിന് നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുമെന്ന് പറയാനുള്ള സാമാന്യ ബുദ്ധി ഭരണകർത്താക്കൾക്ക് വേണ്ടേ? അഭിപ്രായം വ്യക്തമാണ് ഉമ്മർ. അതായത് കേരളത്തിലെ പലരും ഇപ്പോൾ കണി കാണുന്നത് കുറെ പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും കുറെ കുറ്റികളെയുമാണ്. ഇതെന്തു മര്യാദയാണ് എന്ന ചോദ്യമാണ് ഉമ്മർ വഴിക്കടവ് ഉയർത്തുന്നത്. രാധാകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചാത്തന്നൂരിൽ നിന്നൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ഈ കല്ലുപറിക്കൽ രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്ക് പോകുന്നുണ്ട്.
പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ പരസ്പരം പറഞ്ഞു തോൽപ്പിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട്. അത് ശരിയാണോ? കല്ല് പറിക്കലിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യം പച്ച പരമാർത്ഥമാണ്. കാരണം ഏതൊരു പ്രതിപക്ഷ പാർട്ടിക്കും നിലവിലുള്ള ഭരണ സംവിധാനത്തിനെതിരെ സമരം ചെയ്യുക, ജനങ്ങളെ ഇളക്കിവിടുക എന്നുള്ളത് ഏതൊരു പ്രതിപക്ഷ പാർട്ടിയും ചെയ്യുന്ന കർത്തവ്യം മാത്രമാണ് വീണ്ടും അധികാരത്തിലെത്താൻ. നോക്കും, ഞങ്ങൾ കൊല്ലം ജില്ലയിൽ താമസിക്കുന്നവരാണ്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ആദ്യം ചെറിയ പേരിലൊരു സംഘർഷം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ജനങ്ങളെ ഉൾക്കൊണ്ടു. ആദ്യമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തവർ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വളരെ നേരത്തെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ. അപ്പം ഞങ്ങളാണ് ആദ്യം ഇവിടെ കല്ലിട്ട സമയത്ത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞില്ല. എന്നിട്ട് പോലും കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ പ്രതിഷേധം കുറവായിരുന്നു. ഇത് തുടക്കം മുതൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വടക്കേറ്റത്തും ഇനിയും പ്രതിഷേധിക്കുന്നവർ വിവരദോഷികളാണ്. വിവരദോഷികളാണെന്ന് പറയത്തില്ല, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നേരായ നിലയിൽ. ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരാണ്? ഒരു പേപ്പറിന്റെ പോലും ബലമില്ലാതെ ഒരു ദിവസം പെട്ടെന്ന് കടന്നു വരുന്നു, വില്ലേജ് ഓഫീസിൽ നിന്ന് പോലും ഒരു ഇൻഫർമേഷനും കൊടുക്കാതെ കടന്നു വരുന്നു, ഞങ്ങൾ ഇവിടെ കല്ലിടുന്നു എന്ന് പറയുന്നത് ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? സർവേ മാത്രമല്ലേ ഉള്ളത്. ആദ്യം സർവേ മാത്രമാണ്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് അവരുടെ അർഹിക്കുന്ന നഷ്ടപരിഹാരം വിശ്വസിക്കാവുന്ന മേഖലകളിൽ വെച്ച് ഉറപ്പുവെച്ചതിന് ശേഷമേ പൊളിക്കുമെന്ന് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇവിടെ ദേശീയപാതയ്ക്കായി സ്ഥലമെടുത്തപ്പോൾ ഇതാ സംഭവിച്ചത്. ഇപ്പം ദേശീയപാതയോരത്ത് ജനങ്ങൾ പറയും ഞങ്ങൾ ഇഷ്ടം പോലെ തരാം. സെന്റിന് 10 ലക്ഷം രൂപ പോലും കിട്ടാത്തിടത്ത് 30 ലക്ഷം രൂപ 40 ലക്ഷം രൂപ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലമെടുത്തത് അന്ന് ഒരു വലിയ നേതാവാണ്. ഞങ്ങളെയൊക്കെ അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രതിഷേധം ഉണ്ടാവുക? കുറെ സാധാരണ മനുഷ്യർ കൂടി പ്രതിഷേധിക്കുന്നുണ്ടല്ലോ. പണം കിട്ടി അവർക്ക് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തതിന് ശേഷമേ പൊളിച്ചു. ഇപ്പോൾ സർവേ മാത്രമല്ലേ ഉള്ളൂ. നടക്കുന്നത് സർവേ മാത്രമാണ്. ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് നടപ്പിലാക്കിയിരിക്കും. ഇത് വെറുതെയുള്ള സമരമാണെന്ന അഭിപ്രായമാണ് ചാത്തന്നൂരെ രാധാകൃഷ്ണന് പറയാനുള്ളത്. തൃത്താല നിന്ന് സുധീർ എന്ന പ്രേക്ഷകൻ ഒപ്പം ചേരുന്നുണ്ട്. സുധീർ, പറഞ്ഞോളൂ. അതായത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണത്. നമ്മൾ ഇതിപ്പോ രൂപരേഖ തയ്യാറാക്കണം, ഏത് വഴിക്കൂടെ പോകുന്നുള്ളത്. അതിനുശേഷം നോട്ടിഫിക്കേഷൻ വരണ്ടേ, എത്ര വീട് പോവും, എത്ര സ്ഥലം പോവും, ഏതൊക്കെ അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി രാഷ്ട്രീയക്കാർ മുതലെടുപ്പ് നടത്തുകയാണിത്. അപ്പൊ ദേശീയപാത ഉണ്ടായി, ദേശീയപാത പകുതി ആൾ ഒഴിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഈ സിൽവർ ലൈനിന്റെ പ്രകൃതിക്ക് ചൂഷണമില്ല. ദേശീയപാത ഉണ്ടായി. ഇപ്പൊ പറഞ്ഞ ദേശീയപാതക്കുള്ള സമരം ഉണ്ടായി, ഗെയിൽ പൈപ്പ് ലൈൻ ഉണ്ടായി, എന്തൊക്കെ ഉണ്ടായി ഇവിടെ. ഇപ്പൊ അതിനുശേഷം എന്തായി? ഇപ്പൊ കീഴാറ്റൂരെ വിഷയം ഇപ്പൊ എന്താ? അതിന് പ്രതികരിച്ച ഈ മാധ്യമങ്ങൾ ഇതിന് ശരിയായൊരു ഇത് കൊടുക്കുന്നില്ല. ഒരു ചർച്ച നടത്തുമ്പോൾ 4-5 ആൾക്കാർ ചർച്ച നടത്തും, ഒരാളെ അതിനെപ്പറ്റി ഭാഗം പറയാണ്ടാവും. മാധ്യമങ്ങൾക്ക് കടമുണ്ടല്ലോ, എന്താ കാര്യം ഏതാ കാര്യം എന്ന് സത്യസന്ധമായുള്ള കാര്യങ്ങൾ പറയണ്ടേ. അതില്ല, അത് ജനങ്ങളെ സ്ത്രീകളെയും കുട്ടികളെയും വെച്ചിട്ടുള്ള ഒരു സമരമാണ്. ഇപ്പോ വെറുതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയായൊരു പ്രതിഷേധം, വെറുതെ സമരം. അതാണ് തൃത്താലയിൽ നിന്ന് സുധീർ പറയുന്നത്. ഇടുക്കിയിൽ നിന്ന് ജോസഫ് എന്ന പ്രേക്ഷകനുണ്ട്. ജോസഫ്, ഈ കല്ലിടൽ നടക്കുന്നുണ്ട്, അത് കല്ലിളക്കുന്നതും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇത് പ്രതിഷേധം എന്നോണം കളക്ടറേറ്റുകൾക്ക് മുന്നിലും മറ്റും കല്ലിടുന്നുണ്ട് ഒരു വിഭാഗക്കാർ. അങ്ങനെ ആകെ രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഈ കല്ലിടലിന് പിന്നിൽ, ഇളക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? സാറേ, ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം. കാരണം പെട്ടെന്ന് യു ഡി എഫ് ഭരിച്ചിരുന്ന അവസാനത്തെ വർഷമാണ് ഇതിന് പഠനം നടത്തി. ആ പഠനം നടത്താൻ വേണ്ടി 21 കോടി രൂപ മുടക്കി. അത് ആർക്ക് കൊടുത്തു, ആരൊക്കെ വാങ്ങിച്ചു, എന്ത് പഠനമാണ് നടത്തിയത്, അതൊന്ന് അന്വേഷിക്കണം. കാരണം ആരുടെ കയ്യിലൊക്കെ പൈസ പോയെന്നുള്ളത് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ സംഗതി, ഇവിടെ ഇപ്പൊ കല്ലിടുന്നത് അതിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കുകയാണ്. എന്തിലേക്ക് പോകുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ളത്, എത്ര വീട് പോകുന്നുള്ളതിനെ യഥാർത്ഥമായി കണ്ടുപിടിച്ചിട്ട് അതിന്റെ സ്ഥലത്തിന്റെ പൈസ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും കൂടിയാണ് തരുന്നത്. ഇനി മൂന്നാമത്തെ സംഗതി, ഇങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് പഴയ ട്രെയിൻ നോക്കി നിർത്താം. പഴയ നമ്മുടെ ചെങ്ങന്നൂർ വഴി ഇങ്ങനെ കോട്ടയം വഴി ആലപ്പുഴ വഴി ഓടുന്നുണ്ടല്ലോ, ആ ട്രെയിൻ നിർത്തണം. ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പേ UP പോയപ്പോൾ കാളവണ്ടിയിലാണ് കല്യാണത്തിന് പോകുന്നത്. എന്തിനാണ് സാറേ ലൈറ്റ്? ഈ കറണ്ട് നിർത്തണം. ഈ വൈദ്യുതിയൊക്കെ വെച്ച് കെട്ടി ഇതെല്ലാം ഓടിക്കുന്നത് വളരെ മണ്ടത്തരമാണ്. കാരണം നമുക്ക് പഴയ രീതിയിലോട്ട് പോവാം. ലൈറ്റ് ഒന്നും വേണ്ട, റാന്തൽ വിളക്ക് നമുക്ക് കത്തിക്കാം സാറേ. അപ്പൊ പ്രതിഷേധം വേണ്ടതാണ്. ജോസഫിന്റെ വീടിനടുത്ത് കൂടിയെങ്കിലും കേരളത്തിന്റെ പോകുന്നുണ്ടോ? അല്ലല്ലോ. ജോസഫിന്റെ വീടിനടുത്തുകൂടി പൊക്കോട്ടെ, അവര് പൈസ തരുമെന്ന് പറയും. 4 ഇരട്ടി പൈസ തരുന്നേ. ഞങ്ങളുടെ അവിടെ 15 ലക്ഷം രൂപ കിട്ടുന്ന വസ്തുവിന് 32 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. അതിനെന്താ ഒരു സംഗതി നടക്കട്ടെ. ഇപ്പൊ ഈ സൗദിയിൽ ഞാൻ പോയിരുന്നു 3 വർഷം മുമ്പ്. സൗദിയിൽ അന്ന് മലയാളികൾ മാത്രം താമസിച്ചുകൊണ്ടിരുന്ന 3 ബിൽഡിംഗാ പൊളിച്ചത്. അവിടെ ഇപ്പം ട്രെയിൻ ഓടി തുടങ്ങി. ഇതെല്ലാം എങ്ങും ഒന്നും ഇല്ലാതാണോ ഇതൊക്കെ ചെയ്യുന്നത്? അതുപോലുള്ള പരിസ്ഥിതിയൊക്കെയാണോ നമ്മുടേത്? കേരളത്തിലെ പരിസ്ഥിതി കൂടി നോക്കണ്ടേ?
സാറേ പരിസ്ഥിതി ഇങ്ങനെ തന്നെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. പരിസ്ഥിതി അടി കൂടെ ഒക്കെ വെള്ളം പോകുന്നില്ലേ? ഇപ്പം വലിയ വലിയ റോഡ് പോകുന്നു, അതിന്റെ അടി കൂടെ പാലത്തിന്റെ അടി കൂടെ വെള്ളം പോകുന്നില്ലേ? എന്തും മണ്ടത്തരോ പറയുന്നത് രണ്ടായിട്ട് വിഭജിക്കും മറ്റേതായിട്ട്. ഇതിപ്പോ കോൺഗ്രസ്സുകാർക്ക് കമ്മീഷൻ കിട്ടുന്നില്ല. കാരണം പാലാരിവട്ടം പാലത്തിന്റെ ടോട്ടൽ ടെൻഡർ എത്രയായിരുന്നു സാറിന് അറിയാമോ? 42 കോടിയായിരുന്നു. അതിന്റെ അകത്ത് ആ കോൺട്രാക്ടർ നെഞ്ചെ കൈവച്ച് പറഞ്ഞു എനിക്ക് 22 തന്നിട്ടുള്ളൂ. 20 കോടി ഇവർ വിഴുങ്ങി. ഇപ്പൊ ഇടതുപക്ഷം നടത്താൻ പോകുന്നു. കോൺഗ്രസിന് കമ്മീഷൻ കിട്ടുന്നില്ല. കോൺഗ്രസിന് കമ്മീഷൻ കിട്ടുന്നില്ല. കോൺഗ്രസിന് കമ്മീഷൻ കിട്ടുന്നില്ല. എൽ ഡി എഫിന് 10%. ഇതിപ്പോ ലോകം മുഴുവനുള്ളതാ. ഇവൻ അമേരിക്ക പോലും ഉള്ളതാ സാറേ 10% കമ്മീഷൻ. ശരി, വികസനം എല്ലാ സ്ഥലത്തും എടുക്കുന്നവരാ. വേണം, അതാണ് കൃത്യമായി കേരളയിൽ വരണം, കൃത്യമായി നടപ്പിലാക്കേണ്ട പദ്ധതി തന്നെയാണ് എന്ന ശക്തമായ വാദമാണ് ഇടുക്കിയിൽ നിന്ന് ജോസഫ് മുന്നോട്ട് വയ്ക്കുന്നത്. പൂജപ്പുരയിൽ നിന്ന് ജയകുമാർ എന്ന പ്രേക്ഷകനുണ്ട്. ജയകുമാർ, പറഞ്ഞോളൂ. സാറേ, ഈ 10% കമ്മീഷൻ ഇയാൾ പല പ്രാവശ്യം പറയുന്നതായിട്ട് ഇത് എവിടെയാണ് വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല. ഞാനും പല രാജ്യങ്ങളിലും പോയിട്ടുള്ളതാണ്. അവിടെ നിന്നും പോയി യാതൊരു പരിപാടി ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇതെങ്ങനെയാണ് ഇയാൾ ഇന്നാളും പറയുന്നതായിട്ട് എനിക്കറിയില്ല. ഇനി UDF സർക്കാർ 21 കോടി മുടക്കി പഠനം നടത്തിയെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ബാധ്യത ആർക്കാണ്? ഈ ഒരു BJP സർക്കാർ കേരളത്തിൽ വന്ന് അധികാരത്തിൽ വന്നിട്ട് അവർ കണ്ടുപിടിക്കണോ? ഇവർ ഈ 5 കൊല്ലം ഒരു ടേം ഭരിച്ചു, അടുത്ത കൊല്ലം ഒന്നും പറയാനില്ല. പാലാരിവട്ടം പാലം തന്നെ 70% പണിതത് കോൺഗ്രസ് ആണ്. ആദ്യത്തെ തൂണ് മുതലാണ് പണി തുടങ്ങുന്നത്. 30% പണിത് കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നിട്ട് അവന്മാരെ പേര് കൊണ്ടിട്ടിട്ട് അയാളെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ച് തവണ അധികാരത്തിൽ വന്നു. ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും നേതാക്കന്മാരുമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആരെ? ഈ പദ്ധതിയിലും തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ട് എന്ന വാദം ഉയർത്തുന്നു പൂജപ്പുരയിലെ ജയകുമാർ. പീരുമേട് നിന്ന് മൈക്കിൾ എന്ന പ്രേക്ഷകനുണ്ട്. മൈക്കിൾ, എന്താണ് അഭിപ്രായം? സാറേ, നമ്മുടെ ഇപ്പൊ നടക്കുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ വെറും കാപട്യം മാത്രമേ ഉള്ളൂ. കാരണം അവരെ ഈ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിന്റെ എല്ലാവരുടെയും ആവശ്യമാണ്. അങ്ങനെ ഒരു വികസനം വേണം എന്ന വാദം മുന്നോട്ട് വെക്കുന്നു. പ്രതിപക്ഷത്തിൻ്റേത് വെറും നാടകം മാത്രമാണ്, സമര നാടകം. തലശ്ശേരിയിൽ നിന്ന് സലീം എന്ന പ്രേക്ഷകനൊപ്പം ചേരുന്നുണ്ട്. സലീം, പറഞ്ഞോളൂ. അതായത് പ്രതിപക്ഷത്തിന്റെ ഒരു പക്ക രാഷ്ട്രീയ കളിയാണ്. ഈ സംസ്ഥാനത്ത് വികസനം വരാനും അവർ സമ്മതിക്കില്ല. കാരണം കോൺഗ്രസ് കരിപ്പണായി നിൽക്കുന്ന സമയമായി. ഇവിടെ കാളവണ്ടി യുഗത്തിലേക്ക് പോകണമെന്ന് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ ഈ ആവശ്യം ഇങ്ങനെ ഒരു വികസനം കൊണ്ടുവരുന്നത് പിണറായി വിജയന്റെ വീട്ടിലേക്കല്ല, കേരള സംസ്ഥാനത്തേക്കാണ്. അപ്പൊ നിങ്ങൾ ഈ ചാനലുകാരടക്കം ഈ കേരളത്തിൽ ഇന്ന് വേറൊരു സംഭവം നടക്കുന്നില്ല. ഞാൻ പല പ്രാവശ്യം പല കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെല്ലാം ആവശ്യത്തിനനുസരിച്ച് വോട്ട് ചെയ്യുന്നവളാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഞങ്ങൾ ഈ ഗവൺമെന്റിനൊപ്പം തന്നെയാണ്. നല്ല കാര്യം, വികസനം വരണം എന്ന് തന്നെയാണ്. പക്ഷെ സുതാര്യമായി അത് നടപ്പിലാക്കണം, ജനങ്ങളെ അറിയിക്കണം. KSRTCക്ക് അവസ്ഥ അറിയാലോ, പോലീസുകാരുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. എന്ത് സംഭവിച്ചു? അവിടെ നടന്ന ഇലക്ഷനിൽ, പഞ്ചായത്ത് ഇലക്ഷനിൽ CPM അല്ലേ ജയിച്ചത്. പിന്നെ നിങ്ങൾ ഈ തുള്ളുന്നതിനനുസരിച്ച് കേരളത്തിലെ ജനങ്ങളെ ഇനി കിട്ടൂല. ആര് തുള്ളുന്നു? ജനങ്ങളുടെ പ്രതിഷേധമല്ലേ കാണിക്കുന്നത്? ആര് തുള്ളുന്നു എന്നാണ് സലീം? ആരാണ് തുള്ളുന്നത്? ചാനലുകാരും കോൺഗ്രസ്സുകാരും. ചാനലുകാർക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു വാർത്തയും കൊടുക്കാനില്ല. രാവിലെ മുതൽ വൈകിട്ട് കേരയിൽ എന്നത് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണോ? കേരയിൽ എന്നത് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണോ? കണ്ണൂർ എയർപോർട്ട് വന്ന് എത്ര ആള് സ്ഥലം പോയിട്ട് അവിടെ ഒരു എയർപോർട്ട് വന്നത്? അവിടെ നിന്ന് ഇപ്പൊ സുധാകരനും ആരും പോകുന്നില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? വികസനം വരുമ്പോ കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരും. ഈ പ്രതിഷേധം നടക്കുന്ന കാര്യമാണോ സലീം? പ്രതിഷേധം നടക്കുന്നുണ്ടോ കേരളത്തിൽ എവിടെയെങ്കിലും? നിയമം അറിയില്ല നിങ്ങൾക്ക്? സലീം കേൾക്കാമോ? സലീം പറഞ്ഞുകൊണ്ടിരിക്കാതെ ചോദിക്കുന്നതിനോട് ഉത്തരം പറയൂ. പ്രതിഷേധം നടക്കുന്നുണ്ടോ കേരളത്തില് എവിടെയെങ്കിലും? നടക്കുന്നുണ്ടോ? അത് കാണിക്കണമല്ലോ. സർക്കാർ കല്ലിടുന്നുണ്ടല്ലോ, അതും കാണിക്കണമല്ലോ. അതേ ചാനലുകൾ കാണിക്കുന്നുള്ളൂ എന്നാണ് വിശ്വാസം. വളരെ നന്ദി സലീം, തലശ്ശേരിയിൽ നിന്ന് പ്രതികരിച്ചതിന്. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റ് പ്രേക്ഷകരിലേക്ക് വരാം. പൊതുവേദിയിലേക്ക് വീണ്ടും സ്വാഗതം. കല്ലിന് പിന്നിലെ രാഷ്ട്രീയമെന്ത്? പ്രതികരിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് ദീപു എന്ന പ്രേക്ഷകൻ ഒപ്പമുണ്ട്. ദീപു, എന്താണ് അഭിപ്രായം? ഇത് മറ്റേ കേരളവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ കല്ലിടൽ നടക്കുന്നത് നമുക്ക് അനുമതി കിട്ടിയത് കൊണ്ട് മാത്രമാണ്. ഹൈക്കോടതി അതിന് അനുമതി നൽകിയിട്ടുണ്ട്. 2 പഠനങ്ങളാണ് നടക്കുന്നത്, പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹ്യ ആഘാത പഠനവും. ഈ 2 പദ്ധതികൾ പഠനം നടക്കാൻ വേണ്ടിയിട്ട് കല്ലിടുമ്പോൾ അതിന് കൃത്യമായിട്ട് UDFനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിക്കക്കളി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചെന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടുക എന്നുള്ളത് അവരുടെ ഇതാണ്.
ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന മേഖലയിൽ തന്നെ മാടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ മന്ത്രിയെ ചീത്ത വിളിച്ച വല്യമ്മ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇപ്പൊ താമസിക്കുന്ന വീട് പോലെയും പിന്നെ അതുപോലുള്ള സ്ഥലം തരികയാണെങ്കിൽ ഞങ്ങൾ മാറാൻ തയ്യാറാണെന്ന്. കോഴിക്കോടുള്ള ഈ സമരത്തിൽ നിൽക്കുന്ന ഒരു അമ്മൂമ്മ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതേപോലെ ഞങ്ങളെ വന്ന് കണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥലത്തിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ ഒക്കുകയാണെങ്കിൽ. അത് തന്നെയാണ് ദീപു വിഷയം. ഞങ്ങൾക്കത് തരികയാണെങ്കിൽ, ഞങ്ങൾക്ക് അതിനുള്ള സമ്മതം ഉറപ്പ് തരികയാണെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ആ ഉറപ്പ് കൊടുക്കണം. ഉറപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ പ്രശ്നം. അല്ലാതെ വികസനത്തിനെതിരെ എന്നുള്ളതല്ല. അല്ലല്ല, നിങ്ങൾ അതെന്താണ്, നിങ്ങൾ ഈ ആദ്യമേ ആരാണ് ഇവിടെ മുഖ്യമന്ത്രി, എന്താണ് ഇതിന്റെ പാക്കേജ് എന്ന് വളരെ കൃത്യമായി ഇവിടെ നടന്ന എല്ലാ ഈ പറയുന്ന കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിന്റെ അധികൃതർ പറയുന്നുണ്ട് ഇവിടെ 200 കിലോമീറ്ററോളം കല്ലിട്ട് കഴിഞ്ഞു. കുറച്ച് പോയിന്റുകളിൽ മാത്രമാണ് പ്രശ്നം. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം നടക്കുമ്പോൾ അവിടെ നിങ്ങൾ ക്യാമറയും കൊണ്ടുപോകുമ്പോൾ ആള് കൂടും, അങ്ങനെ കാണിക്കും. നിങ്ങൾ എന്താ 200 കിലോമീറ്ററിൽ എത്ര പോയിന്റുകളാണ് നിങ്ങൾക്ക് തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയത്? എങ്ങനെയാണ് ഇവിടെ ആൾക്കാർ വന്ന് ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു വല്യമ്മ, അവരുടെ അരൂര് കിടക്കുന്ന വല്യമ്മ എന്തിനാ ഇവിടെ വന്ന് കിടന്നൊരു സമരം ചെയ്യുന്നത്? അവർക്ക് ഒരു തുണ്ട് ഭൂമി പോലും പോകുന്നില്ല. അവരെന്തിനാ ഇവിടെ വന്നിട്ട് ഭൂമി പോകുന്നതിന് മാത്രമേ വിഷയങ്ങളിൽ പ്രതികരിക്കാവൂ? അല്ലല്ലോ, അങ്ങനെ പ്രതികരിക്കുമ്പോ എന്തിനാണ് അങ്ങനെ കള്ളത്തരം കാണിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഒരു സൈഡഡ് ആയിട്ട് മാത്രം കാണിക്കുന്നത്? ഇതിന് എന്തൊക്കെയാണ് ഈ സർക്കാർ ഈ കൊടുക്കാൻ പോകുന്ന ഈ നഷ്ടപരിഹാരം എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ഏതെങ്കിലും പറയട്ടെ, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുമ്പോഴും മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് പറയുമ്പോഴും മന്ത്രിമാർ പറയുമ്പോഴും ഒക്കെ അതെല്ലാം ചാനലുകളിൽ വരാറുണ്ട്. അല്ല, ഒരു സൈഡ് എന്ന് പറയുന്നത് എന്തിനാണ്? ജനങ്ങളുടെ പ്രതിഷേധം കൊടുക്കണ്ടേ? ഇതേ പൊതുവേദി പരിപാടിയിൽ നിങ്ങൾ ഈ കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ചർച്ച വെച്ചിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്? നഷ്ടപരിഹാര തുക എന്തൊക്കെ കൊടുക്കും എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ഒരു അരമണിക്കൂർ എല്ലാ കാര്യങ്ങളിലും അവ്യക്തതയാണല്ലോ ദീപു. അവ്യക്തതയാണ് പ്രശ്നം. വികസനം വേണ്ടെന്നല്ല. നിയമസഭയിൽ പോലും പ്രതിപക്ഷ നേതാവിന്റെ ചില ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പോലും പിന്നീട് പറയാമെന്നാണ് പറഞ്ഞത്. ഈ അവ്യക്തതയാണ് പ്രശ്നം. DPR പറയുന്നത് ഒന്ന്, മന്ത്രി പറയുന്നത് ഒന്ന്, മുഖ്യമന്ത്രി പറയുന്നത് മറ്റൊന്ന്. ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുടെ അഭിപ്രായം അറിയാനല്ലേ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഈ പറയുന്ന ഇവിടുത്തെ വിഷയങ്ങളെല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ അരമണിക്കൂർ ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചാൽ ഇവിടെ ബഹളം വെക്കുന്ന ഇവർക്ക് കാര്യം മനസ്സിലാവും. ആ കാര്യം മനസ്സിലാകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട പണി. ഇനി പാർട്ടി ഇറങ്ങും, ജനങ്ങൾ ഇറങ്ങും. ഈ പറയുന്ന ആ 2 വല്യമ്മമാരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്നാണ് സർക്കാർ ആരംഭിക്കാൻ പോകുന്നത്. ഈ കള്ളത്തരം കാണിക്കുന്ന മുള്ളും മുഴുക്ക് കാഞ്ഞിരക്കുറ്റി സംഘം, ആ സംഘവും നിങ്ങളും മാധ്യമങ്ങൾ നടത്തുന്ന ഇത്തരം പിത്തലാട്ടങ്ങളൊക്കെ ഇല്ലാതെയാകും. നിങ്ങൾ എന്തൊക്കെയാണ് കീഴാറ്റൂര് കാണിച്ചു കൂട്ടിയത്? എന്തായി അവസാനം? ഗെയിൽ പൈപ്പ് ലൈനിന് എന്തൊക്കെ കാണിച്ചു? നിങ്ങൾ ഈ പറയുന്ന പൈപ്പ് ലൈൻ ആദ്യം കാണിച്ചു കൂട്ടിയതൊക്കെ ഞങ്ങൾക്ക് അറിയാം. വളരെ സന്തോഷം ദീപു പ്രതികരിച്ചതിന്. ഏതായാലും വികസനം വേണം എന്ന വാദമാണ്, ഈ പ്രതിപക്ഷത്തിന്റെ സമരമാണ് പ്രശ്നം എന്ന വാദമുയർത്തുന്നു ദീപു തിരുവനന്തപുരത്ത് നിന്ന്. കണ്ണൻ എന്ന പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്നൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, അഭിപ്രായം പറയൂ. സാറേ, ഈ കേരള എന്ന ഈ പദ്ധതി ഇവിടെ നമുക്ക് ഇപ്പം ഈ നമ്മുടെ ഓരോ നമ്മളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇപ്പൊ നമുക്ക് താങ്ങാവുന്നതല്ല. എങ്കിൽ തന്നെയും ഇനിയിപ്പോ വരും തലമുറയ്ക്ക്, കാരണം വെച്ചാൽ നമ്മളുടെ തലമുറയ്ക്ക്, അടുത്ത തലമുറയ്ക്ക് നല്ല രീതിയിലുള്ള വികസനവും ഇപ്പൊ തന്നെ നിങ്ങളെപ്പോലുള്ള ചാനലുകാർക്കായാലും ഇപ്പൊ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കായാലും ആർക്കായാലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായാലും ഒരറ്റത്തുനിന്ന് തങ്ങളുടെ വീട്ടിലെത്താനായിട്ട് നിമിഷങ്ങൾക്കകം ദിവസങ്ങളൊന്നും വേണ്ട, അവരുടെ വീട്ടിലെത്താം. പിന്നെ ഇപ്പൊ നമുക്ക് ചാനലുകാരെ ഇങ്ങനെ അതിരൂക്ഷമായി വിമർശിക്കുന്നത് ശരിയല്ല. കാരണം ചാനലുകാരുണ്ടെങ്കിൽ അല്ലെ മറ്റ് പ്രശ്നങ്ങളുള്ളതെല്ലാം ഇപ്പൊ എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ നേരിട്ടെത്തിക്കാൻ പറ്റത്തുള്ളൂ. ശരി കണ്ണൻ, ഭാവി തലമുറയെ ഓർത്ത് വികസനം വരുന്നതിനെ തടയുന്നത് ശരിയല്ല എന്ന വാദമാണ് കണ്ണൻ ആലപ്പുഴയിൽ നിന്ന് ഉയർത്തുന്നത്. പ്രേമൻ എന്ന പ്രേക്ഷകൻ ചെന്നൈയിൽ നിന്നൊപ്പം ചേരുന്നു. പ്രേമൻ, എന്താണ് അഭിപ്രായം? സാറിപ്പോ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഞാൻ തുടങ്ങുന്നു. ഭാവി തലമുറയെ ഓർത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനം കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഇപ്പം ഒട്ടനവധി പദ്ധതികൾ ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞ്, ഗെയിൻ പൈപ്പ് ആയാലും ശരി, പിന്നെ നാഷണൽ ഹൈവേ വികസനമായിട്ട് ബന്ധപ്പെട്ടായാലും ശരി, അതെല്ലാം നമ്മൾ മുന്നിൽ ഒരു പാഠമായിട്ട് നിലനിൽക്കുകയാണ്. കാരണം ഇപ്പം ഇത് ദേശീയപാത വികസനമായിട്ട് ബന്ധപ്പെട്ട് എത്ര സമരങ്ങൾ നടന്നു. ഇവിടുന്ന് തിരുവനന്തപുരത്തിന്റെ ഉള്ള എല്ലാ ആൾക്കാരെ കൂട്ടി പയ്യന്നൂർ വന്നിട്ട് സമരം നടത്തിയില്ല. ഈ പാടയിലെ ആൾക്കാർ ഇത്തരം പദ്ധതിക്ക് അനുകൂല. കാരണം എന്താന്ന് പറഞ്ഞാൽ ആവശ്യമായ നഷ്ടപരിഹാരം 1-4 എന്നുള്ള രൂപത്തിൽ 1 ലക്ഷം രൂപക്ക് കിട്ടുന്ന 4 ലക്ഷം രൂപ എന്നുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള പാക്കേജ്
പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പല മേഖലകളിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇതിനെപ്പറ്റി ചർച്ച നടത്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ നാടിന്റെ വികസന ഓർത്ത് തന്നെയാണ് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകണമെന്ന പ്രതിപക്ഷത്തിന്റെ അഭിപ്രായത്തോട് ഒരു തരത്തിലും യോജിക്കാൻ അഭിപ്രായത്തിന് ഒപ്പം നിൽക്കാനില്ല. വികസനം വേണം, ഭാവി തലമുറയെ ഓർത്ത് കേരളയിൽ വന്നേ തീരൂ എന്ന അഭിപ്രായം പ്രേമൻ ചെന്നൈയിൽ നിന്ന് മുന്നോട്ട് വയ്ക്കുന്നു. റഷീദ് എന്ന പ്രേക്ഷകൻ കൊയിലാണ്ടിയിൽ നിന്നൊപ്പം ചേരുന്നുണ്ട്. റഷീദ്, ഈ കല്ലിടലിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്നതാണ് ചോദ്യം. റഷീദ് മണ്ടോളിയാണ് സംസാരിക്കുന്നത്. പറയൂ. കാട്ടിലെ പീടികയിൽ 533 ദിവസം കേരളയിൽ വിരുദ്ധ സമരസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരപ്പന്തലിലെ ഈ കഴിഞ്ഞ ദിവസം ഷാർജ ഇക്ബാൽ യൂത്ത് ഫോറം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ പോയിരുന്നു. അവിടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കും ഇവിടെയും പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാനുള്ളത്. അതായത് സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ ജീവിതവും ജീവിത സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു റെയിൽ പാളം വേണോ? എന്താണ് ഈ റെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്ത് നേട്ടമാണ് ഉദ്ദേശിക്കുന്നത്? സാധാരണക്കാരന് എന്ത് നേട്ടമാണുള്ളത്? അവനെ പെരുവഴിയിലാക്കിക്കൊണ്ട് ഈ റെയിൽ എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞു ബഫർ സോണിലായിരുന്നു. അങ്ങനെ നിങ്ങൾക്കറിയാമോ, റെയിലിന്റെ ഇരുഭാഗത്തും താമസിക്കുന്ന ജീവിതാവസാനം വരെ നരകതുല്യം ജീവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് നിങ്ങൾ എവിടെയും പറയുന്നില്ലല്ലോ. അവിടെ ജീവിതാവസാനം വരെ അവർ നരകതുല്യം ജീവിക്കണം. കാരണം ഈ റെയിൽ പാളത്തിലൂടെ ഈ റെയിൽ പോകുമ്പോൾ അവിടെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അതേപോലെ ഇരയാക്കപ്പെട്ട ആളുകൾ എവിടെ പോയി താമസിക്കും? നിങ്ങൾ എവിടെയാണ് അവർക്ക് താമസം കാണുന്നത്? ആശങ്കയാണ് റഷീദ് കൊയിലാണ്ടിയിൽ നിന്ന്. സുരേന്ദ്രൻ എന്ന പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്നൊപ്പം ചേരുന്നുണ്ട്. തൃശ്ശൂർ ഇതാണ് സുരേന്ദ്രൻ പറഞ്ഞോളൂ. സാറേ, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ കല്ലിടുക, സാറിന്റെ ചോദ്യം തന്നെ കല്ലിടുക, കല്ല് പറിക്കുക. എന്റെ നാട്ടിലൊക്കെ കല്ലിടുക എന്ന് പറഞ്ഞ ഒരു മംഗളകരമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് കല്ലിടാറ്. കല്ല് പറിക്കുക എന്ന് പറയുമ്പോൾ അത് മംഗളകരമായിട്ട് കേരളത്തിലാരും ഇന്ത്യയിലാരും അങ്ങനെ സംഭവിക്കാറില്ല. മംഗളകരമായ കർമ്മങ്ങൾക്കാണ് കല്ലിടാറ് ചെയ്യാറ്. പിന്നെ കോൺഗ്രസിന്റെ കാര്യം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു. സാർ ഒരു പ്രത്യേക അജണ്ട വെച്ചിട്ടാണ് സാർ തുടങ്ങിയത്. പക്ഷേ ഈ വിളിച്ച പ്രേക്ഷകരിൽ നിന്ന് സാറിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായി. എനിക്ക് തീർച്ചയായും മനസ്സിലായി. കാരണം ഞാൻ ചോദിച്ചിരുന്നു, പ്രതിപക്ഷം വികസന വിരുദ്ധ മുന്നണിയാണോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ചോദിച്ചു, സർക്കാരിന് അധികാരം തലയ്ക്ക് പിടിച്ചോ എന്നും. അപ്പൊ എനിക്ക് വ്യക്തമായ അജണ്ട ഉണ്ടായിരുന്നു എന്ന് ഈ രണ്ട് ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അല്ല, വിളിച്ച പ്രേക്ഷകരിൽ നിന്ന് സാറിന് ഏകദേശം മനസ്സിലായി കാണും. കാരണം ഇപ്പൊ വിളിച്ച പ്രേക്ഷകരൊക്കെ പറഞ്ഞത് എന്താണ്, അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക്. ഈ ഭൂമി നഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാക്സിമം പൈസ കൊടുക്കണം, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഏത് പ്രതിപക്ഷമായാലും ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ട് തൃശ്ശൂർ വരേണ്ട ഒരു പദ്ധതിയായിരുന്നു. കെ കരുണാകരൻ കൊണ്ടാണ്. അന്ന് ഇവിടുത്തെ കുറെ വ്യാപാരികളും മറ്റുള്ള ആൾക്കാരും കൂടി അത് ഇവിടുന്ന് എതിർത്ത് മാറ്റി മറ്റു സ്ഥലത്തേക്കും തുടങ്ങിയത് ഭാഗ്യം. ഇതേമാതിരി തന്നെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും. മറ്റൊരാളുടെ അടുക്കളയും മറ്റൊരാളുടെ പറമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ റെയിലും ഈ റോഡും കാര്യങ്ങളൊക്കെ പണ്ട് മറ്റൊരാളുടെ അടുക്കളയും ഇതൊക്കെ ആയിരുന്നു. നിങ്ങൾ കാണിക്കുമ്പോ ഈ ഇവർക്ക് കൊടുക്കുന്ന ഈ ഭൂമി നഷ്ടപ്പെടുന്നവന്റെ വേദന നമുക്ക് മനസ്സിലാവും. പക്ഷെ അവന് ആ ജീവിതത്തിന് അവന് ജീവിതമാർഗങ്ങൾ കാണിച്ചു കൊടുക്കാവുന്ന അത്രയും തുക കൊടുക്കുകയാണെങ്കിൽ അവന് പറഞ്ഞു മനസ്സിലാവും. നിങ്ങൾ ചെയ്യണം എന്താണെന്നറിയാം, ഇപ്പോഴൊന്നും തുക കിട്ടില്ല, ഇത് പിന്നീടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവരെ കൂടുതൽ പ്രകോപിതമാക്കത്തക്ക വിധത്തിലാണ് മാധ്യമങ്ങളും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് സുരേന്ദ്രൻ എന്ന പ്രേക്ഷകനാണ് ചേർന്നത്. ഏതായാലും സമയം അവസാനിക്കുന്നു. നിരവധി പ്രേക്ഷകരാണ് വിളിച്ചത്. പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ഭാവി തലമുറയ്ക്ക് വേണ്ടി കേരളയിൽ വന്നേ തീരൂ. പ്രതിപക്ഷത്തിൻ്റേത് സമരം നാടകം മാത്രമാണ്. ഇവിടെ വികസന വിരുദ്ധതയാണ് അവർ കാണിക്കുന്നത്. മറുവശത്ത് പാവങ്ങളെ നോവിച്ചിട്ട് എന്തിന് വികസനം എന്ന ചോദ്യവും ഒരു പക്ഷം ഉയർത്തുന്നുണ്ട്. ഏതായാലും വികസനം അനിവാര്യമാണ്, പക്ഷേ സുതാര്യത വേണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തി വേണം എന്ന കാര്യത്തിൽ സംശയമില്ല. പൊതുവേദി അവസാനിക്കുന്നു. നമസ്കാരം.